നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ സെൻറ് തോമസ് കോളേജ് പാലായിൽ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സൂര്യതാപീകരണം അഥവാ സോയിൽ സോളറൈസേഷൻ എന്ന മണ്ണിനെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു രീതിയെക്കുറിച്ചാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. സൂര്യപ്രകാശം ഉപയോഗിച്ച് മണ്ണിലെ കീടങ്ങളെയും രോഗാണുക്കളെയും കളവിത്തുകളെയൊക്കെ നശിപ്പിച്ച് ശുദ്ധീകരിച്ച മണ്ണ് ലഭിക്കുന്നതിനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണിത്. ഇത് പ്രധാനമായും നഴ്സറിയിൽ തവാരണ ഉണ്ടാക്കുമ്പോഴും പോട്ടിംഗ് മിശ്രിതത്തിനുള്ള മണ്ണെടുക്കുമ്പോഴുമാണ് സാധാരണഗതിയിൽ സൂര്യതാപീകരണം ചെയ്യാറ്. സൂര്യതാപീകരണം നമുക്ക് പ്രധാന കൃഷിയിടത്തിൽ നടത്താം. ഇതിലൂടെ വളർച്ചയും വിളവും കൂട്ടാൻ സാധിക്കും. സൂര്യതാപീകരണത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഇത് എല്ലാ സമയങ്ങളിലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതായത് മഴ സമയങ്ങളിൽ നമുക്കിത് ഒട്ടും ചെയ്യാൻ കഴിയില്ല. നല്ലോണം വെയിൽ കിട്ടുന്ന സമയങ്ങളിൽ മാത്രമേ നമുക്ക് സൂര്യതാപീകരണം നടത്താൻ കഴിയുള്ളൂ. ഇതിന് പ്രധാനമായും വേണ്ടത് 100 മുതൽ 150 ഗേജിൻ്റെ സുതാര്യമായ സൂര്യപ്രകാശം മണ്ണിലേക്ക് കടത്തിവിടാൻ കഴിവുള്ള പോളിത്തീൻ ഷീറ്റോ പ്ലാസ്റ്റിക് ഷീറ്റോ ആണ്. അതാണിത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഈ പോളിത്തീൻ ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിന് 100 മുതൽ 110 രൂപ വരെ വിലയുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ചിലവ് കുറഞ്ഞ രീതി കൂടിയാണ്. വർഷത്തിലെ ഉയർന്ന ചൂടുള്ള മാസത്തിൽ തുറസ്സായ നിഴൽ കുറഞ്ഞ സ്ഥലമാണ് സാധാരണയായി നമ്മൾ സൂര്യതാപീകരണത്തിന് തിരഞ്ഞെടുക്കേണ്ടത്. ശുദ്ധീകരിക്കാനായി എടുക്കുന്ന തവാരണ സൂര്യൻ്റെ ദിശയുടെ തെക്ക് വടക്ക് ഭാഗത്തായി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ സൂര്യരശ്മി നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടാൻ സാധിക്കും. സൂര്യതാപീകരണത്തിലൂടെ മണ്ണിൽ പലതരം രാസമാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതായത് പ്രധാനമായും നൈട്രേറ്റ്, അമോണിയ രൂപത്തിലുള്ള നൈട്രജൻ, കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയുടെയൊക്കെ ലഭ്യത വർദ്ധിക്കുന്നു. പിന്നെ പൂപ്പൽ രോഗങ്ങളായ വെർട്ടിസീലിയം, റൈസറ്റോണിയ, പിത്തിയം എന്നിവയെയും ബാക്ടീരിയൽ രോഗാണുക്കളായ അഗ്രോബാക്ടീരിയം, ക്ലാവിബാക്ടർ, പിന്നെ ചില നിമാവിരകളെയും നമുക്ക് ഇതിലൂടെ നശിപ്പിക്കാൻ കഴിയും. ഇനി നമുക്ക് സൂര്യതാപീകരണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ശുദ്ധീകരിക്കേണ്ട മണ്ണിനെ ഇഞ്ചിക്ക് തടം എടുക്കുന്ന പോലെ 10 മുതൽ 15 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഒരു തവാരണ ഉണ്ടാക്കിയെടുക്കണം. തവാരണയുടെ മുകൾ തട്ടിലെ 15 സെൻറ്റിമീറ്റർ ആഴത്തിലുള്ള മണ്ണിലാണ് രോഗകാരികൾ കാണപ്പെടുന്നത്. സൂര്യതാപീകരണം വഴി ഇവയെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും. ഇതിനു വേണ്ടിയാണ് 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിലുള്ള തവാരണകൾ നമ്മൾ സൂര്യതാപീകരണത്തിന് വേണ്ടി എടുക്കുന്നത്. കട്ട പിടിച്ച് കിടക്കുന്ന മൺകട്ടകളെ പൊടിച്ച് തവാരണയോടൊപ്പം ചേർക്കണം. എന്നിട്ട് അതിന് കല്ലും കമ്പും കളയും ഒക്കെ മാറ്റി വൃത്തിയാക്കി നിരപ്പാക്കണം. ഇതിനുശേഷം മണ്ണ് ഉരുളയാക്കാൻ പറ്റുന്ന പരുവത്തിൽ നനയ്ക്കുക. എന്നിട്ട് ഇതിനെ നല്ലോണം ഇളക്കി കൊടുക്കണം. നനച്ച തവാരണയെ ദൂരങ്ങളൊന്നുമില്ലാത്ത 100 മുതൽ 150 ഗേജിന്റെ പോളിത്തീൻ ഷീറ്റോ പ്ലാസ്റ്റിക് ഷീറ്റോ ഉപയോഗിച്ച് പൂർണ്ണമായും പൊതിയുക.
ഷീറ്റിൻ്റെ 4 വശങ്ങളും മണ്ണുകൊണ്ട് വായു സഞ്ചരിക്കാത്ത വിധം പതിച്ചു വെക്കണം. പോളിത്തീൻ ഷീറ്റ് തവാർണയിലെ മണ്ണിലെ തൊട്ടിരിക്കുകയും വേണം. ഈ സമയത്ത് പോളിത്തീൻ ഷീറ്റ് ഒരിക്കലും കീറാൻ പാടില്ല. കീറിയാൽ അത് സൂര്യതാപീകരണത്തെ ബാധിക്കും. ഇങ്ങനെ 30 മുതൽ 40 ദിവസം വരെ സൂര്യതാപീകരണം നടത്തണം. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് സൂര്യരശ്മിയിലെ ഊർജ്ജത്തെ പിടിച്ചു നിർത്തി മണ്ണിൻ്റെ താപനിലയെ വർദ്ധിപ്പിക്കുന്നു. അതായത് 72 ഡിഗ്രി സെൽഷ്യസ് മുതൽ 92 ഡിഗ്രി സെൽഷ്യസ് വരെ ആയി വർദ്ധിപ്പിക്കും. ഇതിലൂടെ മണ്ണിലെ കളവിത്തുകളും രോഗാണുക്കളും നിമാവിരകളും ഒക്കെ നശിച്ചു പോകുന്നു. ഇത് മണ്ണിനെ ശുദ്ധീകരിക്കുന്നതിനുള്ള ശാസ്ത്രീയവും ചിലവ് കുറഞ്ഞതുമായ ഒരു രീതിയാണ്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു മാർഗം കൂടിയാണ്.